ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. റിപ്പീറ്റ് വാല്യൂവിന്റെ ഒരു പുതിയ ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് മാറുന്ന പ്രഭാസ് സിനിമ. ബാഹുബലിക്ക് ശേഷം തുടരെയുള്ള ഫ്ലോപ്പുകൾക്ക് ശേഷം പ്രഭാസിനെ ഒന്ന് കരകയറ്റാനായിട്ട് അല്പമെങ്കിലും സഹായിച്ച സിനിമയായിരുന്നു ഇത്. അതെ, KGF ശേഷം പ്രശാന്ത് നീൽ പ്രഭാസിനെ വെച്ച് ചെയ്ത സിനിമ സലാർ. കളക്ഷൻ വൈസ് ഈ സിനിമ ഒരു ഹിറ്റ് ആയിരുന്നെങ്കിലും മിക്സഡ് റിവ്യൂസ് വന്ന സിനിമയായിരുന്നു സലാർ. അത് സിനിമയുടെ കുറ്റമായിരുന്നോ അതോ നമ്മളുടെ കുറ്റമായിരുന്നോ? KGF എന്ന ബ്രഹ്മാണ്ഡ ഹിറ്റിന് ശേഷം വരുന്ന പ്രശാന്ത് നീൽ സിനിമ എന്ന നിലയിൽ ഈ സിനിമയ്ക്ക് ഉറപ്പായിട്ട് എക്സ്ട്രീ ലെവൽ ഹൈപ്പ് ഉണ്ടായിരിക്കും. പക്ഷെ അതിനോടൊപ്പം പാൻ ഇന്ത്യൻ സ്റ്റാർ പ്രഭാസ് കൂടി ഉണ്ടെങ്കിലോ ഹൈപ്പിന് വേറെ ഒന്നും വേണ്ട. ഈ ഹൈപ്പിന് പ്രേക്ഷകനുള്ള എക്സ്പെക്ടേഷനും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഈ സിനിമയ്ക്ക് ആയില്ലെന്ന് തന്നെ പറയാം. പ്രഭാസിന്റെ സ്റ്റാർഡവും പ്രശാന്തിന്റെ മാർക്കറ്റ് വാല്യൂം വെച്ചിട്ട് ഈ പടം 700 കോടിക്ക് അടുത്ത് വാരി ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പുണ്ടാക്കി. എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ വേൾഡ് ബിൽഡിംഗ് സിനിമകളുടെ ഫാൻ ആയതിനാൽ അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമ കണ്ടത്. സലാർ ഇറങ്ങുന്നതിന് കുറച്ചു നാൾ മുന്നേ ഒരു റൂമർ വന്നിരുന്നു, പ്രശാന്തിന്റെ തന്നെ ഉഗ്രം സിനിമയുടെ ഒരു ലാർജർ വേർഷനാണ് സലാർ എന്ന്. KGF 2 പാർട്ടും കണ്ട് പ്രശാന്തിന്റെ ഫാൻ ആയ ഞാൻ അങ്ങനെ ഉഗ്രം കണ്ടു. പൊള്ളി പടം, നല്ല ഇഷ്ടമായി. അതിനുശേഷമാണ് ഞാൻ സലാർ കാണുന്നത്. പക്ഷേ ഉഗ്രം മനസ്സിലുണ്ടായിട്ടും കഥ അത് തന്നെ ആയിട്ട് പോലും ഒരു പ്രശ്നവുമില്ലാതെ ഫ്രഷ് ഫീലിൽ തന്നെ എനിക്ക് സലാർ കാണാൻ പറ്റി. അതായത് റീമേക്ക് ആണെന്ന് എനിക്ക് ഈ പടം തിയേറ്ററിൽ വെച്ച് കണ്ടപ്പോൾ തോന്നിയതേ ഇല്ല. അത്രയ്ക്ക് എൻഗേജ്ഡും അത്രയ്ക്ക് ഫ്രഷ് ഫീലും ആയിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ. അത് ഉറപ്പായിട്ടും പ്രശാന്ത് നീൽ എന്ന സംവിധായകന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയും കഴിവാണ്. സലാറിന്റെ ആദ്യ ഭാഗം തന്നെ 2 പാർട്ടിനുള്ള കഥയുണ്ടായിരുന്നു. അത്രയും ഡെവലപ്പ് ചെയ്ത് ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്തിട്ട് മെഗാ സീരീസ് പോലെ എടുക്കാൻ പറ്റിയ ഒരു കഥയായിരുന്നു സലാർ ഫസ്റ്റിന്റെ. ഇതിൽ ഓരോ ഫൈറ്റ് സീൻസും അതിഗംഭീരമാണ്. അതിൽ ഏറ്റവും ഹരം പ്രഭാസിന്റെ ക്വാറിയിലുള്ള ഫൈറ്റ് ആണ്. അത്രയും നേരം ബിൽഡപ്പ് ചെയ്ത് വെച്ച് പ്രഭാസിന്റെ ക്യാരക്ടറിന്റെ ബിൽഡപ്പ് അവസാനിപ്പിച്ച ഫൈറ്റ് സീൻ ആയിരുന്നു അത്. ഒരു ദിനോസർ ഫീൽ തന്നെയായിരുന്നു ആ ഫൈറ്റിൽ പ്രഭാസിന്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഇന്റർവെൽ സീക്വൻസ് ഈ സിനിമയിലാണ്. ആ ഹെലികോപ്റ്റർ ബാക്ക്ഗ്രൗണ്ടിൽ പ്രഭാസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ മോനെ ഇനി പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള മൂഡായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിലെ ഗ്രാമത്തിലെ ഫൈറ്റും അത് കണ്ടിട്ടുള്ള പൃഥ്വിയുടെ ഒന്നും മിണ്ടാതെയുള്ള നിൽപ്പും ക്ലൈമാക്സിലെ ട്വിസ്റ്റും ആ സോൾഡ് സീനും എല്ലാം അത്ര പൊളിയായിരുന്നു. പേഴ്സണലി സലാറിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ളതെല്ലാം ആ ക്ലൈമാക്സിൽ ഉണ്ടായിരുന്നു. രവി ബസൂറിന്റെ BGM പൊളിയായിരുന്നു. സോ മൊത്തത്തിൽ ഇത്രയും ഗൂസ്ബം സീൻസും പൊളി എലവേഷനും ബിൽഡപ്പും എല്ലാം ഉണ്ടായിട്ടും ഈ പടത്തിന് മിക്സഡ് റിവ്യൂസ് ആണ് വന്നത്. അതെന്തുകൊണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം. ഒരു പക്ഷേ KGF സീരീസിന് മുന്നായിരുന്നു സലാർ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ സിനിമയുടെ റേഞ്ച് തന്നെ മാറിപ്പോയേനെ. മിക്സഡ് റിവ്യൂസിനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഈ സിനിമയുടെ BGM. രവി ബസൂർ കിഡു BGMും സോങ്സും ആണ് ചെയ്തു വെച്ചെങ്കിലും പലർക്കും തലവേദന വരുന്ന തരത്തിലായിരുന്നു ഇതിന്റെ സൗണ്ട് മിക്സിംഗ് ഉണ്ടായിരുന്നത്. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ അലർച്ച പോലുള്ള BGMs ആ സീൻസ് എലവേറ്റ് ചെയ്തെങ്കിലും കാത് പൊത്തിപ്പിടിച്ച സിനിമ കാണേണ്ടി വന്ന പലരും ഉണ്ട്. അത്ര മോശമായിരുന്നു സൗണ്ട് മിക്സിംഗ്. അതിനുശേഷം അങ്ങനെ ഒരു അനുഭവം പലർക്കും കിട്ടിയത് കങ്കുവ കണ്ടപ്പോഴായിരിക്കും. സൂര്യയുടെ അലർച്ചയും സൗണ്ട് മിക്സിംഗും തന്നെയായിരുന്നു കങ്കുവയുടെ ഫ്ലോപ്പിന് പിന്നിലുള്ള ആദ്യ കാരണങ്ങൾ. സലാറിന്റെ ആദ്യ 30 മിനിറ്റ്, അതായത് ആദ്യ ഫൈറ്റ് തുടങ്ങുന്നവരെ ദേവയുടെ അമ്മയുടെയും ശ്രുതിയുടെയും വക വൻ വെറുപ്പിക്കലായിരുന്നു. പോരാത്തതിന് പ്രഭാസിനും ഗാൻസാറിനും ഏകദേശം 30 മിനിറ്റ് എടുത്തിട്ടുള്ള ബിൽഡപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും നടക്കുമെന്ന് പ്രേക്ഷകരെ കൊതിപ്പിച്ചിട്ട് അങ്ങോട്ട് കടന്നു കളയും. ഏകദേശം 30 മിനിറ്റ് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. തുടക്കത്തിലെ ദേവയുടെയും വരദയുടെയും കുട്ടിക്കാല സീൻസ് എനിക്ക് നന്നായിട്ട് വർക്കായിരുന്നു. പക്ഷെ 15 വർഷങ്ങൾക്ക് ശേഷവും അവർ തമ്മിൽ ആ ബന്ധം ഓർത്തിരിക്കാൻ മാത്രമുള്ള ഒരു കണക്ഷൻ അവർക്ക് രണ്ടുപേർക്കിടയിൽ എനിക്ക് തോന്നിയില്ല. വരദ തന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കളിപ്പാവയാക്കിയിട്ട് ദേവയെ മാറ്റിയെന്ന ഫീലാണ് എനിക്ക് വന്നത്. ദേവയുടെ അമ്മയുടെ അനാവശ്യ കൺസേൺസും അനാവശ്യ സ്ട്രിക്റ്റും കാണുമ്പോൾ ശ്രുതിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നേലും അവരുടെ പല്ലടിച്ച് താഴെയിട്ടേനെ. പോത്ത് പോലെ വളർന്ന ദേവനോട് 6 മണിക്ക് ശേഷം വീട്ടിൽ വരണമെന്നും കേക്ക് കട്ട് ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് കത്തി എടുക്കുമ്പോൾ ഓവർ റിയാക്ഷൻ ഇട്ട് കുണയ്ക്കുന്ന തള്ളേനെ കാണുമ്പോൾ മോറ് പിടിച്ച് ഉറയ്ക്കാന്ന് തോന്നും. കൂടാതെ മറ്റുള്ളവരോടുള്ള ആ തള്ളയുടെ സമീപനവും പുള്ളിക്കാരിയുടെ അലർച്ചയും എല്ലാം തുടക്കത്തിലെ സലാർ കാണുമ്പോൾ ഒരു ഡിസ്കംബിയാക്കുന്ന തരത്തിലായിരുന്നു. അത് മാത്രമല്ല ശ്രുതിയെ ചുറ്റിപ്പറ്റി കഥ പോയതും പിന്നീട് പെട്ടെന്ന് എല്ലാം കൂടെ പ്രഭാസിലേക്ക് വന്ന് കണക്ട് ആവുന്നതെല്ലാം ഓഡിയൻസിന് കൺവേ ആവാനായിട്ട് കുറച്ച് പാടുപെട്ടു. സലാർ ഉഗ്രത്തിന്റെ റീമേക്ക് ആണെന്ന് കേട്ടിട്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ എന്നെ പോലെ സലാറിന് മുന്നേ ഉഗ്രം കണ്ടിട്ടുണ്ടാവാം. അവർ ചിലപ്പോൾ ഉഗ്രം പോലെ ആവില്ല കഥ എന്ന എക്സ്പെക്ടേഷൻ ാവും സലാർ കണ്ടത്. പക്ഷെ പടം പക്ക ഉഗ്രത്തിന്റെ റീമേക്ക് ആയപ്പോൾ പലരും നിരാശപ്പെട്ടിട്ടുണ്ടാവും. കാരണം കഥ പ്രെഡിക്റ്റബിൾ ആണല്ലോ. അത് മാത്രമല്ല കന്നഡ ഇൻഡസ്ട്രിയിൽ നല്ലപോലെ ഹിറ്റായ സിനിമയാണ് ഉഗ്രം. അതുകൊണ്ട് തന്നെ അവർക്കത് അത്ര പരിചയമുള്ള ഒരു കഥയാണ്. അപ്പോൾ അതേ പടം പ്രഭാസിന്റെ വേർഷനായിട്ട് കണ്ടപ്പോൾ പലർക്കും ഒരു നിർവികാര ഫീൽ ആയിരിക്കും വന്ന് കാണുക. കാരണം കഥ ഓൾറെഡി പ്രെഡിക്റ്റബിൾ ആണല്ലോ. ഇപ്പോൾ മലയാളത്തിലെ ബിഗ് ബി നാളെ അമൽ നീരദ് പ്രഭാസിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് വല്ലതും തോന്നുക ഇല്ല. അതേ അവസ്ഥ. പേഴ്സണലി സിനിമ എനിക്ക് ഇഷ്ടമെങ്കിലും ആ തള്ളയുടെ ക്യാരക്ടർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും കണക്ട് ആകാതെ പോയ ക്യാരക്ടർ ആയിരുന്നു പൃഥ്വിരാജിന്റെ വരദരാജ മന്നാടിയാർ. 6 അടിക്ക് മുകളിൽ പൊക്കമുള്ള പ്രഭാസിനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്ത പൃഥ്വി സൈഡ് ആവും. അതെ, സൈഡ് ആവുകയും ചെയ്തു. പൃഥ്വിയുടെ റോള് ആക്ച്വലി ഒരു നിർഗുണ റോളാണ്. എല്ലാവരും ഇട്ട് ആട്ടി തുപ്പുന്ന ഒരു ക്യാരക്ടർ, ഒരു വിലയുമില്ലാത്ത ഒരു ക്യാരക്ടറാണ് വരദ. അവനോടൊപ്പം പ്രഭാസ് ഉണ്ടായതിനാൽ മാത്രമാണ് സിനിമയിൽ വരദ എല്ലാം നേടിയെടുത്തത്. സ്വന്തം കഴിവിൽ വരദ ഒന്നും നേടിയിട്ടുമില്ല. ആക്ച്വലി പാർട്ട് 2 മേ ബി പൃഥ്വിയുടെ കളി നമ്മളിനി കാണാൻ പോകുന്നത്. പക്ഷെ എന്തൊക്കെ
എന്തൊക്കെ പറഞ്ഞാലും പാർട്ട് 1 ഒരു നിർഗുണ റോൾ തന്നെയായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാണില്ല, ഗാൻസാറ് മാപ്പിൽ നിന്ന് മായ്ക്കാനായിട്ട് ശിവ മന്നാർ എന്ന പൃഥ്വിയുടെ മറ്റൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ സിനിമയിൽ വരതയ്ക്കില്ലാത്ത ഓറ ആ ഒരൊറ്റ സീനിൽ പൃഥ്വി ശിവ മന്നാറിലൂടെ നേടിയെടുത്തു, അതും ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ലാതെ. ടോട്ടലി പൃഥ്വിരാജിന്റെ വരതയായിട്ടുള്ള അഭിനയവും അത്ര കൺവിൻസിംഗ് അല്ലായിരുന്നു. ഒരു മിസ്കാസ്റ്റ് ആയി പോയി എന്ന് തോന്നി. പൃഥ്വിയുടെ ഗെറ്റപ്പ് പേഴ്സണലി എനിക്ക് ഇഷ്ടമായിരുന്നു. അടുത്തതാണ് ഈ സിനിമയുടെ ഡയലോഗ്സ്. BGMന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡയലോഗ്സും നല്ല ലൗഡായിരുന്നു. പ്രഭാസ് ആകെ ഈ സിനിമയിൽ 2 മിനിറ്റ് എന്തോ ആണ് സംസാരിക്കുന്നത്. മേ ബി ഒരു സൈലന്റ് ഹീറോ എന്ന രീതിയിലായിരിക്കും പ്രഭാസിനെ പ്രശാന്ത് ഉദ്ദേശിച്ചത്. പക്ഷെ പ്രഭാസിനെ കാണാൻ വന്നവർക്ക് ഉറപ്പായിട്ടും അതൊരു നിരാശയായിട്ടുണ്ടാവും. പിന്നെ KGF പോലെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ കുത്തി കയറ്റിയെങ്കിലും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒന്നുപോലും ആ പടത്തിലില്ല. പല ബിൽഡപ്പ് ഡയലോഗ്സും വർക്കായില്ലെന്ന് തന്നെ പറയാം. സോ ഡയലോഗ്സിലൂടെ KGF പോലെ ബിൽഡപ്പും എലവേഷനും കൊടുക്കാൻ നോക്കിയെങ്കിലും അതും ഈ സിനിമയിൽ നടക്കാതെ പോയി. കുറെ ക്രിഞ്ച് സീനുകളുടെ ഐരുകളിയും ഈ സിനിമയിൽ ഉണ്ട്. പ്രഭാസ് ഇരുമ്പ് കമ്പിയിൽ പിടിക്കുന്ന സീൻ, പ്രഭാസിന്റെയും പൃഥ്വിയുടെയും ജഡ്ജ്മെന്റ് സീനിൽ പ്രഭാസ് തല വെട്ടുന്ന സീൻ, പ്രഭാസ് ഇടയ്ക്കിടയ്ക്ക് പൃഥ്വിരാജിനോട് സോറി ചോദിക്കുന്നത്, ഫൈറ്റിനിടയിൽ രണ്ടാളും സ്വയം പൊക്കിയടിക്കുന്നത്, 6 മണി സീൻ, പ്ലാസ്റ്റിക് കത്തി സീൻ, ഇങ്ങനെ ഒരുപാട് ക്രിഞ്ച് സീനുകൾ ആ സിനിമയിലുണ്ടായിരുന്നു. KGF ഈ സിനിമയുടെ മിക്സഡ് റിവ്യൂസിന്റെ ഒരു കാരണമായിരുന്നു. ബിക്കോസ് പലരും ട്രെയിലറും ഫാൻ തിയറീസും ഹിഡൻ ഡീറ്റെയിൽസും ഒക്കെ കണ്ടിട്ട് സലാറും KGFും തമ്മിൽ കണക്ട് ആണെന്നും പ്രശാന്ത് നീൽ യൂണിവേഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണെന്നും എക്സ്പെക്ട് ചെയ്തു. ഇത് ആളുകൾക്കിടയിൽ ഈ സിനിമയ്ക്ക് വീണ്ടും ഹൈപ്പ് കയറ്റി. പിന്നെ KGF പോലെ തന്നെ കരിമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുന്ന കഥയായതിനാലും എഡിറ്റിംഗും DOPയും എല്ലാം സെയിം രീതിയിലായതിനാലും റിപ്പീറ്റേഷൻ ഫീൽ ചെയ്തിരുന്നു. അതായത് ഓൾറെഡി ഉഗ്ര കണ്ടവർക്ക് നിർവികാര ഫീൽ ആയിരുന്നു. അതിനിടയിൽ കരിമണൽ യൂണിവേഴ്സും KGFന്റെ എഡിറ്റിംഗ് ടെക്നിക്സും കൂടി ആയപ്പോൾ ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് റിപ്പീറ്റേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി വലിയ സക്സസ് ആയിട്ടുള്ള KGFന്റെ ഫോർമുല തന്നെ അടുത്ത പടത്തിൽ യൂസ് ചെയ്യുന്നതിന് പ്രശാന്തിനെ കുറ്റം പറയാനാകില്ല. പക്ഷെ ഇനി വരുന്ന NTR പടവും സെയിം ഫോർമുല ആണെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും അത് മാറ്റിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. സോ ഓവർ ഹൈപ്പും KGF വെച്ചിട്ടുള്ള എക്സ്പെക്ടേഷൻസ് സലാറിന്റെ നെഗറ്റീവ് റിവ്യൂസിനുള്ള കാരണങ്ങളായിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇതിന്റെ സ്ക്രിപ്റ്റ് ആണ്. കുറച്ച് പാടാണ് എല്ലാം ഒന്ന് കണക്ട് ആകാനായിട്ട്. തിയേറ്ററിൽ വെച്ച് കണ്ടവര് പിന്നെയും OTTയിൽ വെച്ച് കാണുമ്പോൾ പെട്ടെന്ന് എല്ലാം കണക്ട് ആവും. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു വട്ടം കണ്ടിട്ടുണ്ടല്ലോ. രണ്ടാമത്തെ വട്ടം OTTയിൽ വെച്ച് കാണുമ്പോൾ നമുക്ക് കണക്ട് ആവാത്ത ഭാഗങ്ങളെല്ലാം പിന്നീട് നമുക്ക് മനസ്സിലായി വരും. ആക്ച്വലി 2 വട്ടം ഈ സിനിമ കണ്ട ഈ സിനിമയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അത് തന്നെയാണ് ഈ പടം വീണ്ടും വീണ്ടും റീവാച്ച് ചെയ്യുന്നതിനുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. KGF എന്ന അമിത ഭാരം ഇറക്കി വെച്ചിട്ട് കണ്ട കിടു പടം തന്നെയാണ് സലാർ. ഞാൻ പറഞ്ഞതുപോലെ സലാർ KGFന് മുന്നാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബാഹുബലിക്ക് ശേഷമുള്ള പ്രഭാസിന്റെ മറ്റൊരു പാൻ ഇന്ത്യ ഹിറ്റ് ആയിട്ട് സലാർ മാറിയാണ്. പിന്നെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. കരിമാറ്റിക് യൂണിവേഴ്സ് എന്നും കരിമണൽ യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശാന്ത് നീലിനെ ഞാൻ കളിയാക്കുന്നുണ്ടെങ്കിലും അങ്ങേര് ചെയ്തു വെച്ചതിന് മുകളിൽ ചെയ്യാനായിട്ട് അങ്ങേർക്ക് പോലും പറ്റാത്ത സ്ഥിതിയാണ്. ആക്ഷൻ മൂവീസിന്റെയും പാൻ ഇന്ത്യൻ സിനിമയുടെയും ബെഞ്ച് മാർക്ക് തന്നെയാണ് KGF സീരീസ്. അപ്പൊ അങ്ങനെ 2 സിനിമ ചെയ്ത് വെച്ച പ്രശാന്ത് നീലിനെ ഞാൻ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സലാർ പാർട്ട് 1 എവിടെയൊക്കെ ഡൗൺ ആയോ അതിന്റെ ഡബിൾ ഡോസിൽ സലാർ പാർട്ട് 2 പ്രശാന്ത് നീൽ ചെയ്യുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ആക്ഷൻ സീക്വൻസുകളും അതിലേക്കുള്ള ബിൽഡപ്പുകളും എലവേഷൻ സീൻസും എല്ലാം വേറെ ലെവലിലായാണ് പ്രശാന്ത് ചെയ്തു വെക്കുക. പ്രശാന്തിനോടൊപ്പം ചേരാനായിട്ട് പ്രഭാസ് എന്ന പാൻ ഇന്ത്യൻ സ്റ്റാറും ഉണ്ട്. ഈ 2 കോംബോയും ഇനി സലാർ 2 ഒരുമിക്കുമ്പോൾ റെക്കോർഡുകൾ പഴങ്കഥകളാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ സലാർ 2 വേണ്ടിയിട്ട് ഞാൻ മരണ വെയിറ്റിംഗ് ആണ്. അപ്പോൾ സലാറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. ഞാൻ പറയാത്ത എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതോടെ കമന്റിൽ മെൻഷൻ ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.